ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവൻ ശുശ്രൂഷയിൽ ഏറ്റവും സ്നേഹത്തോടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഇന്നത്തെ ശുശ്രൂഷ വഴി നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിന്ന് കേൾക്കുന്നത് ബൈബിളിലെ പലപ്പോഴും എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ളൊരു വാക്കാണ് നല്ലത് എന്നൊരു വാക്ക്. നമുക്കറിയാം, എല്ലാത്തിൻ്റെയും നല്ലത് തേടി നടക്കുന്നവരാണ് നമ്മൾ. ഒരു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു പച്ചക്കറി കടയിൽ ചെന്നാൽ നല്ലത് തിരഞ്ഞെടുക്കാൻ നമ്മൾ പരിശ്രമിക്കും. ഏതൊരു കടയിൽ ചെന്നാലും നല്ലത് തിരഞ്ഞെടുക്കാൻ നമ്മൾ പരിശ്രമിക്കും. അങ്ങനെയെങ്കിൽ ബൈബിളിൽ നല്ലത് എന്ന വാക്ക് ഒത്തിരി പ്രാവശ്യം, ഉൽപ്പത്തി മുതൽ വെളിപാടിൻ്റെ അവസാനം വരെ ഈ ഒരു വാക്ക് ഒത്തിരി പ്രധാനപ്പെട്ടതായിട്ട് ഈശോ നമുക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, നല്ല സമരിയക്കാരൻ, നല്ല കള്ളൻ, അതുപോലെ നല്ല നിലം, അതുപോലെ നല്ല ഇടയൻ എന്നീ പല വാക്കുകളും നമ്മൾ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വാക്കായി മാറേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ. എന്താണ് ഈ നല്ലത് എന്ന് പറയുന്നത്? നമുക്കറിയാം, ചീത്ത ഉണ്ടായതുകൊണ്ടല്ല, നല്ലത് ചീത്തയായതുകൊണ്ടാണ് നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പല വസ്തുക്കളിലും എന്തായാലും അത് ആദ്യം നല്ലതായിരുന്നു, പിന്നീട് അതിൻ്റെ സമയങ്ങളും കാലഘട്ടങ്ങളും കടന്നു പോകുമ്പോൾ അത് ചിലപ്പോൾ ചീത്തയായിട്ട് മാറാം, അല്ലെങ്കിൽ അത് നശിച്ചു പോകാം. അതുകൊണ്ട് നമ്മൾ ആ നശിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഈ നല്ലത് എന്ന് പറയുന്നത് എന്നെയും നിന്നെയും കുറിച്ച് ദൈവത്തിൻ്റെ വലിയ കാഴ്ചപ്പാടാണ്. ദൈവം ഉണ്ടാക്കിയതെല്ലാം നല്ലതാണെന്ന് ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഈ നല്ലത് പലപ്പോഴും നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകുമ്പോൾ ചീത്തയായിട്ടോ അല്ലെങ്കിൽ നല്ലതല്ലാതെ ആയിട്ട് മാറാനിട വരും. നമുക്ക് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഈ നന്മയെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിൽ നമ്മളെ മാനുഷികമായിട്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതാണ് നല്ല സമരിയക്കാരനെ കുറിച്ച്. യഥാർത്ഥത്തിൽ സമരിയക്കാരും യഹൂദനും തമ്മിൽ വലിയ വഴക്കുകൾ ഉണ്ടായിരുന്ന കാലഘട്ടം. ഒരിക്കലും ഒരുമിച്ച് കണ്ടാൽ സ്നേഹിതരെ പോലെ കൈ കൊടുക്കാത്ത ഒരു കാലഘട്ടം. അവിടെയാണ് ഒരു സമരിയക്കാരൻ നല്ലവനായിട്ട് കടന്നു വരുന്നത്. അവൻ്റെ നേച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അനുസരിച്ച് ഫരിസയരോട് അല്ലെങ്കിൽ മറ്റുള്ള യഹൂദരോടുള്ള അവൻ്റെ പെരുമാറ്റം മോശമായിരുന്നു. എന്നാൽ ദൈവം അവിടെ ഒരു നല്ല സമരിയക്കാരനെ പരിചയപ്പെടുത്താം. ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും നന്മയുണ്ട്, ശത്രുതയ്ക്കപ്പുറം ഒരു നന്മയുടെ നല്ല മുഖമുണ്ടെന്ന് ദൈവം കാണിച്ചു തരുന്നതാണ് നല്ല സമരിയക്കാരനിലൂടെ. അതുപോലെ തന്നെയാണ് നല്ല നിലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലായിടത്തും വിത്ത് വിതയ്ക്കാം, എന്നാൽ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തിന് കിട്ടുന്ന 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമല്ല നല്ല നിലം. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വിളവ് ലഭിക്കപ്പെടുന്ന സ്ഥലമായിട്ട് നല്ല നിലത്തെ ദൈവം പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നല്ല കള്ളൻ. ഒരിക്കലും ഒരു കള്ളനും നല്ലത് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഈ ലോകത്ത് ആരും കൊടുത്തിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു, അവൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അവൻ പാപം ചെയ്തവനാണെങ്കിലും ദൈവം അവൻ്റെ മുഖത്ത് നോക്കി നീ നല്ല കള്ളനായിട്ട് മാറും. കള്ളത്തരം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും നിൻ്റെ ഉള്ളിലെ ഒരു നന്മയെ നീ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അവിടെ ഉദ്ഘോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഇന്നത്തെ നിത്യജീവൻ ശുശ്രൂഷ പ്രവേശിക്കാം. കാരണം മരണത്തെ മുഖാമുഖം കാണുന്ന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു നന്മയുണ്ടെന്ന് തിരിച്ചറിയുക, അത് ദൈവത്തിൻ്റെ സത്തയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതും വലുതാകുന്നതും. തീർച്ചയായിട്ടും ഒന്നാമത്തെ ചിന്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ, ഈ നല്ലതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം എല്ലാത്തിനെയും നല്ലതായി കാണുന്നു. അതാണ് ദൈവിക കാഴ്ചപ്പാട്. ദൈവം എല്ലാത്തിലും നന്മ കാണുന്നു. നമുക്കറിയാം, നമ്മൾ മനുഷ്യർ കുറവുള്ളവരെ കാണുമ്പോൾ അവരിലൊന്നും നന്മയില്ല, ആരും നല്ലതല്ല, ഞാനും നല്ലതല്ല, മറ്റുള്ളവർ നല്ലതല്ലെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഈശോ പറയുകയാണ്, ഈശോ എല്ലാത്തിലും നന്മ കാണുന്നുണ്ട്. നമ്മളെല്ലാം കുറവുകൾ കാണുന്ന പലരിലും, നമ്മൾ പാപികളായിട്ട് മുദ്ര കുത്തുന്ന പലരിലും ദൈവം ചില നന്മകൾ കാണാൻ പരിശ്രമിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ദൈവത്തിൻ്റെ വചനം ആരംഭിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മനോഹരമായ വചനങ്ങൾ ആരംഭിക്കുന്ന ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായം 4-ാം വാക്യം, ദൈവം ഇങ്ങനെ സൃഷ്ടികർമ്മങ്ങളിലേക്ക് കടക്കുമ്പോൾ ദൈവം ചെയ്തൊരു കാര്യമാണ്, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വെളിച്ചത്തെ ദൈവം നല്ലതായി കണ്ടു, അതുകൊണ്ട് ഇരുളിൽ നിന്ന് വെളിച്ചത്തെ വേറെ ആക്കി മാറ്റി. തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയേണ്ടത്, ദൈവം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച വെളിച്ചത്തെ പോലും ദൈവം അതിൽ നന്മ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ദൈവം ഉണ്ടാക്കിയതിലെല്ലാം ദൈവം നല്ലത് കാണുന്നു എന്നുള്ളതാണ്.
നമ്മളെല്ലാം നമ്മളൊരിക്കലും നമ്മളിൽ നന്മ കാണുന്നില്ല, മറ്റുള്ളവർ നമ്മിൽ നന്മ കാണുന്നില്ല, നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളായി മറ്റുള്ളവർ നന്മ കാണുന്നില്ല. എന്നാൽ ഉണ്ടാക്കിയ ഉടയവൻ എല്ലാത്തിലും നല്ലത് കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് തുടർന്ന് വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1:10 ദൈവത്തിൻ്റെ വചനം പറയാം. 1-ാം അധ്യായം 10-ാം വാക്യം പറയാം, കരയ്ക്കും ഭൂമിയെന്നും ഒരുമിച്ച് കൂട്ടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു, അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം സൃഷ്ടിച്ച കരയും കടലിനെയും ദൈവം നല്ലതായി കാണുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രകൃതി ഇന്ന് മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രകൃതിയോട് പറയും, എന്തുകൊണ്ടാണ് പ്രകൃതി നമ്മുടെ മനുഷ്യവാസത്തെ നശിപ്പിക്കുന്നത്? കടൽ വൃക്ഷത്വമാകുമ്പോൾ അല്ലെങ്കിൽ കടൽ വെള്ളം എടുക്കാതിരിക്കുമ്പോൾ നമ്മൾ കടലിനെ ഒത്തിരി വേദനിപ്പിച്ച് പറയും. എന്നാൽ ദൈവം പറയുകയാണ്, ഇതെല്ലാം നല്ലതാണ്. എന്നാൽ മനുഷ്യന് ഇത് നന്മയായിട്ട് മാറാതിരുന്നതിന് കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യൻ നല്ലതിനെ എവിടെയോ കേടാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ വേദന കരയുമ്പോൾ അത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മുടെ വേദന മറ്റുള്ളവർ കാണുന്നില്ലെന്ന് പറഞ്ഞ് കരയുന്നത് പോലെ തന്നെ പ്രകൃതിക്കും പ്രകൃതിയുടെ വേദന പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമാണ് മനുഷ്യൻ്റെ മുന്നിൽ. തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിക്ക്, ഈ കടലിന്, കരയ്ക്ക് ദൈവം പറഞ്ഞു അത് നല്ലതായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1:18 1-ാം അധ്യായത്തിൽ തന്നെ ഈ നല്ലതിനെ കുറിച്ച് ദൈവം ഒത്തിരി വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് അതിനെങ്ങനെ പറയണേ, ഭൂമിയിൽ പ്രകാശം ചൊരിയുകയും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാൻ വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാൻ ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു, അത് നല്ലതെന്ന് ദൈവം കണ്ടു. കേട്ടോ, ദൈവം എല്ലാത്തിനും നന്മ കാണുന്നവനാണ്. തീർച്ചയായിട്ടും ഈ ഒരു നല്ലത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എങ്ങനെയാണ്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെ ദൈവം നല്ലതായി കാണുന്നു. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നല്ലതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുറവുകളിലേക്ക് തിരിയുമ്പോൾ, എന്നെ ആർക്കും വേണ്ടെന്ന് ചിന്തിക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നല്ലത് കണ്ടുകൊണ്ടാണ്. മനുഷ്യരെല്ലാം തിന്മ കണ്ടുകൊണ്ട് മനുഷ്യന് വിധിക്കുമ്പോൾ ദൈവം അവനിൽ എവിടെയോ ഒളിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നന്മയെ കണ്ടുകൊണ്ട് അവൻ നല്ലതാണെന്ന് പറയുന്നവനാണ്. രണ്ടാമത്തെ കാഴ്ചപ്പാടിലേക്ക് കടക്കാം. ഒന്നാമത് ഞാൻ പറഞ്ഞ ഒരു ചിന്ത, ദൈവം എല്ലാറ്റിലും നല്ലത് കാണുന്നു. രണ്ടാമത്തത്, ദൈവം എല്ലാ നല്ലതിൻ്റെയും ഉടയവനാണ്. കാരണം സൃഷ്ടിയുടെ മേലുള്ള ഉടയവൻ്റെ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ ഒരു അവകാശമാണ് ദൈവം നല്ലതെന്ന് പറയുന്നത്. കാരണം എന്നിൽ നിന്നുണ്ടായതെല്ലാം നല്ലതാണ്. ദൈവം അതാണ് പറയുന്നത്, ഞാനെന്ന ഉടയവനിൽ നിന്നുണ്ടായത് എൻ്റെ നേച്ചറിലുള്ള, എൻ്റെ സ്വഭാവത്തിലുള്ള വ്യക്തിത്വങ്ങളാണ്. തീർച്ചയായിട്ടും അത് മനുഷ്യൻ മറക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യത്വം മറക്കുന്നു എന്നുള്ളതാണ് ദൈവീകത നമ്മിൽ നഷ്ടപ്പെടുന്നത്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം മനോഹരമായിട്ട് യേശു നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അപ്പോൾ ദൈവം നല്ലതിൽ നിന്നുണ്ടാക്കി എനിക്ക് ശാശ്വതമായൊരു സ്നേഹം, ശാശ്വതമായൊരു മഹത്വം ഉണ്ടെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുക. തുടർന്ന് 2 മക്കബായരുടെ പുസ്തകം 1-ാം അധ്യായം 35-ാം വാക്യം മനോഹരമായിട്ട് നമ്മളോട് മുന്നിൽ പറഞ്ഞു, തനിക്ക് പ്രീതികരമായി തോന്നിയവർക്കെല്ലാം രാജാവ് നല്ല സമ്മാനം കൊടുത്തു. രാജാവിൻ്റെ പ്രജ നല്ലവരാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ രാജാവ് ആ പ്രജയ്ക്ക് കൊടുക്കുന്ന നല്ല സമ്മാനങ്ങളെ കുറിച്ചാണ് ദൈവവചനം പറഞ്ഞത്. തീർച്ചയായിട്ടും ദൈവിക സൃഷ്ടിയായ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം പറഞ്ഞ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ പ്രതിഫലത്തിൽ ആർക്കും വെള്ളം ചേർക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവർ, മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതിഫലങ്ങൾ ലഭിക്കാതിരുന്ന അവൻ കരയുന്നതിനൊരു കാരണം ഇതാണ്, അവൻ സൃഷ്ടാവിനെ മറക്കുകയും സൃഷ്ടി എന്ന നിലയ്ക്ക് ദൈവം കൊടുത്ത അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ വചനങ്ങൾ ചിന്തിക്കാം. ദൈവം എല്ലാത്തിൻ്റെ ഉടയവനായതുകൊണ്ട് ഉടയവനോട് ചേർന്ന് നിൽക്കുന്ന ഉടലിന് ഉടയവൻ്റെ കൃപ ലഭിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉടയവനോട് ചേർന്ന് നിൽക്കുന്ന ഉടലിന് ഉടയവൻ്റെ എല്ലാ കൃപയും കിട്ടും. പലപ്പോഴും ഉടല് ക്ഷീണിച്ച് തളർന്നിരിക്കുക, കാരണം ഉടയവനുമായിട്ട് ഉടലിനൊരു ബന്ധം കാണുന്നില്ല. നമുക്ക് തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ചിന്ത നമുക്ക് ചിന്തിക്കേണ്ടതാണ്. എൻ്റെ സൃഷ്ടാവിന് എന്നെ കൂടാതെ തന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് സൃഷ്ടാവുമായിട്ടുള്ളവൻ്റെ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. മൂന്നാമത്തെ കാഴ്ചപ്പാട്, വളരെ നമ്മൾ ബൈബിളിലെ എപ്പോഴും നമ്മുടെ ഒരു സെൻറ്റർ പോയിന്റ്, ബൈബിളിനെ നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ 2 ഭാഗങ്ങൾ, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഒരുമിപ്പിക്കുന്ന ദൈവിക സ്തുതിയുടെ കീർത്തനങ്ങളായിട്ടാണ് സങ്കീർത്തനങ്ങൾ പറയാം. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് നല്ലവനാണെന്ന് ദാവീദ് ഉദ്ഘോഷിക്കുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തനം. സങ്കീർത്തനം യഥാർത്ഥത്തിൽ ദൈവത്തെ ഉദ്ഘോഷിക്കുകയാണ്. ദൈവം നല്ലവനാണ്,
നല്ലതാണ് ദൈവം. നല്ലവനായ ദൈവം ആയതുകൊണ്ടാണ് എനിക്ക് നല്ലത് ചിന്തിക്കാൻ പറ്റുന്നത്, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാൻ പറ്റുന്നത്, എന്നെക്കുറിച്ച് തന്നെ എനിക്കൊരു നന്മയും മഹിമയും തോന്നുന്നതിൽ ദൈവം നല്ലവനായതുകൊണ്ട്. സങ്കീർത്തന പുസ്തകത്തിലെ 7 പ്രാവശ്യം പറയുന്നൊരു വചനമുണ്ട്. സങ്കീർത്തനത്തിൽ മാത്രം പറയുന്ന ഒരേ വചനം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയി കാണുന്ന 7 പ്രാവശ്യം പറയുന്ന വചനം. അത് ഇപ്രകാരമാണ്. സങ്കീർത്തനം 107:1 വചനം പറയാണ്, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്ക് നിലനിൽക്കും. ഇതേ വചനം തന്നെ ഏകദേശം 7 പ്രാവശ്യം, ചില സങ്കീർത്തനം 25:8 പറയുന്നു, സങ്കീർത്തനം 73:1 പറയുന്നു, സങ്കീർത്തനം 105 പറയുന്നു. അപ്പോൾ ഇതിൽ ഒത്തിരി പ്രാവശ്യം പറയുന്ന ഒരു വചനമാണ് കർത്താവിന് നന്ദി പറയും. കാരണം ഞാൻ പറഞ്ഞില്ല, ഉടയവനായവൻ എന്നെ സൃഷ്ടിച്ച, എൻ്റെ ഉടലിന് ജീവൻ നൽകിയവനെ നന്ദി പറയും. എന്നിട്ട് പറയാണ് അവിടുന്ന് നല്ലവനാണ്, ഗുഡ് പേഴ്സൺ. നമ്മുടെ ലോകത്ത് ഒത്തിരി നല്ല മനുഷ്യരെ അന്വേഷിച്ച് നടക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന കാൽവരി കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ അവനേക്കാൾ നല്ലവനായിട്ട്, കുത്തിമുറിവേൽപ്പിച്ചവനെ പോലും നല്ല കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞവൻ, തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ മുഖത്ത് നല്ല കണ്ണുകൊണ്ട് നോക്കാൻ പറ്റിയവൻ, അതുപോലെ തന്നെ മുഖത്ത് തുപ്പിയവനെ പോലും മാറോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞൊരു നല്ലവൻ, അവനൊരുവനേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണെന്ന് ഈ ലോകം പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലും ഗാന്ധിജി പറഞ്ഞൊരു വാചകം ഓർത്തു. ഗാന്ധിജി പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ ക്രിസ്തുവിൽ നല്ല ഒരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിത്വം എന്നെ ഒത്തിരി എൻ്റെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. തീർച്ചയായിട്ടും നല്ല മനുഷ്യരെ കാണുന്നവരുടെ ഉള്ളിൽ നല്ലത് കടന്നു വരും. കാന്തത്തോട് ചേർന്നിരിക്കുന്ന ഇരുമ്പ് കുറച്ച് കഴിയുമ്പോൾ കാന്തമായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് തന്നെയാണ് നല്ലവനായ ദൈവത്തോട് ചേർന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നല്ലവരായിട്ട് മാറും. പലപ്പോഴും ചേർന്നിരിപ്പുകളില്ലാത്തത് കൊണ്ട് നന്മകൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സങ്കീർത്തനം പറയുകയാണ്, കർത്താവിന് നന്ദി പറയുവിൻ, അവിടെ നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ഞാൻ നല്ലവനോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സാക്ഷിയിലുള്ള ഈ കാരുണ്യത്തെ ആർക്കും ഒരിക്കലും തകർക്കാൻ പറ്റില്ല. ഞങ്ങളവരെ അതുകൊണ്ട് നല്ലവനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ കാത്തിരിക്കുന്നവരും എപ്രകാരമായിരിക്കും. അപ്പോൾ നല്ലവനായ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ കാത്തിരിപ്പ് എപ്രകാരമായിരിക്കും ആണ് ദൈവവചനത്തിൻ്റെ അടുത്തൊരു ഘട്ടം നമ്മൾ പഠിപ്പിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായം 20-ാം വാക്യം പറയുക, ഞാൻ നല്ലവനാണ്, അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക് ലഭിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ വിശുദ്ധി ഇരിക്കുന്നത് നല്ലവനായ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സൂര്യനോട് ചേർന്നിരിക്കുന്ന ഒരു വസ്തുവിന് അതേ ചൂട് ലഭിക്കുകയാണ്. ഒരു ഭൂമി നമ്മളറിയാം, നമ്മൾ കുറേ നേരം ഇങ്ങനെ ചൂടത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊടുന്നവർ പറയും എന്ത് ചൂടാണ് ഈ ശരീരത്തിന്. അപ്പോൾ നമ്മൾ പറയും ഞങ്ങളിങ്ങനെ കുറേ നേരമായിട്ട് വെയിലത്ത് നിൽക്കുകയാണ്. കണ്ടോ, അത് ആഗിരണം ചെയ്യാൻ ആ ബോഡി സ്വീകരിക്കണം. അതാണ് നല്ലതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നൊരു ശാരീരിക അവസ്ഥയുണ്ട്. ഇതാണ് വചനം പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8:20 പറയാണ്, ഞാൻ നല്ലവനാണ്, അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക്. അപ്പോൾ നിർമ്മലതയുള്ളൊരു ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ പോലും ഈ വിശുദ്ധി കടന്നു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 25-ാം വാക്യം പറയാം, തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവൻ. 2 കാര്യങ്ങൾ. ഒന്ന്, കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് അവിടെ നല്ലവനാണ്. 2, കർത്താവിനെ തേടുന്നവർക്ക് ദൈവം നല്ലവനാണ്. 2 കാര്യങ്ങളുണ്ട്. ഇന്ന് മനുഷ്യർ പറയുന്നത് കർത്താവിനെ കാത്തിരിക്കുന്നില്ല. കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ, മനസ്സിനെ, ജീവിതത്തെ, ചിന്തകളെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമില്ല. ഒരു അപ്പനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ അപ്പൻ യഥാർത്ഥത്തിൽ കിടന്നു ചെല്ലുമ്പോൾ ഒരു സന്തോഷമാണ്. അതൊരു കാത്തിരിപ്പാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ കാത്തിരിപ്പ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷ നൽകുന്നു. ചിലപ്പോൾ ജോലിയുടെ ഭാരവും തിരക്കും കഴിഞ്ഞ് വരുമ്പോൾ കാത്തിരുന്ന് ഭക്ഷണം വിളമ്പി വയ്ക്കുന്ന ഒരു ജീവിതം. കാത്തിരിപ്പ് എപ്പോഴും ഒരു പ്രതീക്ഷ നൽകുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച ബഷീറിൻ്റെ കഥയുണ്ട്. അമ്മ കാത്തിരുന്നത് കൊണ്ട് ആ മകൻ വർഷങ്ങൾ കഴിഞ്ഞ് ജയിൽവാസം കഴിഞ്ഞ് വരുമ്പോൾ അമ്മ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ മകൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയ അന്നു മുതൽ കാത്തിരിക്കുന്നൊരു അമ്മയുണ്ട്. തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തെ കാത്തിരിക്കുന്നവരെ തേടി വരുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാത്തിരിപ്പുകളുണ്ടോ, അവിടെയാണ് നല്ലത് നമുക്ക് സംഭവിക്കുന്നത്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരിൽ നല്ലത് സംഭവിക്കും. 2-ാമത്തെ കാര്യം, തേടുന്നവരാണ്. ദൈവത്തെ തേടുക, എല്ലാത്തിലും ദൈവത്തെ തേടുക. കുറവുകൾ ഉള്ളതിലും കൂടുതലുകൾ ഉള്ളതിലും എല്ലാത്തിലും ദൈവത്തെ തേടുക. അവിടെയാണ് 2-ാമത്തെ കൃപ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കൃപ വരണം. ഞങ്ങളവരെ നമ്മൾ 4-ാമത്തെ ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതാണ്, പുതിയ നിയമത്തിലെ നല്ലത് എന്ന് ദൈവവചനം പറയുന്ന കാര്യങ്ങളെന്നാണ്. മനുഷ്യനെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമാണ്. പുതിയ നിയമം നമുക്ക് എപ്പോഴും നമ്മളോടുമായിട്ട് വളരെ അഭേദ്യമായി ബന്ധം തോന്നുന്നു എന്ന് ദൈവജനം പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നല്ലത് പുതിയ നിയമത്തിലെ പ്രകാരം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിൽ 10-ാം വചനം പറയാ, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലെറിയപ്പെടും.
നിങ്ങൾ ചിന്തിച്ച് നോക്കിയ സ്നേഹമുള്ളവരെ, പുതിയ നിയമം പറയുകയാണ് വൃക്ഷങ്ങൾക്ക് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിനും കോടാലി വയ്ക്കും. ചിലപ്പോൾ കൊറോണയായിട്ടോ, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ആയിട്ടോ, അല്ലെങ്കിൽ ഹൈ ഷുഗർ ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആശുപത്രി കിടക്കയിലായിട്ടോ, പല രീതിയിൽ മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ മേൽ വയ്ക്കപ്പെട്ടു. ചില മരങ്ങൾ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നുണ്ടോ, പ്രായത്തിൻ്റെ ആധിക്യം കടന്നു പോയിട്ടുണ്ടോ, എന്നാൽ മരം അറിയുന്നില്ല കോടാലി വെക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കൊടുങ്കാറ്റ് മതി അത് നിലംപരിശാകാൻ, അല്ലെങ്കിൽ ഒരു മഴയുടെ വെള്ളപ്പൊക്കം മതി അത് വെള്ളത്തിലൂടെ ഒഴുകിപ്പോവാൻ. മരം അറിയുന്നില്ല അവൻ്റെ അടിവേരിലെ മണ്ണെല്ലാം ഒളിച്ചുപോയി. എന്നിട്ട് വചനം പറയാണ്, വൃക്ഷത്തിന് വേരിന് കോടാലി വെക്കപ്പെട്ടു. മരണം എന്ന യാഥാർത്ഥ്യം എനിക്കും നിങ്ങൾക്കും ഒരു സത്യമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇത് പറയാണ്, ഫലം നൽകാത്ത കായ്ക്കാത്ത വൃക്ഷങ്ങളെ വെട്ടി തീരെറിയും. അപ്പോൾ ഇനി നല്ല ഫലങ്ങൾ നൽകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. മത്തായി സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 17 മുതൽ 19 വരെയുള്ള വചനം പറയാണ്, നല്ല വൃക്ഷം നല്ല ഫലവും, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ നൽകും. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ചില കുടുംബങ്ങളിലെ ഫലങ്ങൾ കാണുമ്പോൾ, മക്കളെ കാണുമ്പോൾ അറിയാം ആ വൃക്ഷങ്ങൾ രണ്ടും പ്രശ്നമായിരുന്നു. വൃക്ഷം നന്നായിരുന്നെങ്കിൽ ഫലം പണ്ടേ നന്നായേനെ. തീർച്ചയായിട്ടും വചനം നമ്മുടെയൊക്കെ നാട്ടിൽ പറയാം, പുതിയ നിയമം ശരിക്കും നമ്മൾ ചിന്തിച്ച് തന്നെ നമ്മളെ പൊള്ളിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ പറയും പുതിയ നിയമം വായിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ജനം പറയുന്നൊരു കാര്യമാണ്. ശരിക്കും പുതിയ നിയമത്തിൻ്റെ ഓരോ വരികളുടെ ഇടയിൽ ഒത്തിരി ആളിരിക്കുന്നുണ്ടാണ്. നല്ല വൃക്ഷം നല്ല ഫലം നൽകും. അപ്പോൾ വൃക്ഷം നല്ലതായാലല്ലേ ഫലത്തിന് നല്ലതാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ഇന്ന് ഫലങ്ങൾ കൊണ്ടുവരും. നമ്മൾ പറയില്ലേ, കടകളിൽ വെച്ച ഫലങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അതുണ്ടായ വൃക്ഷത്തിന് മരുന്ന് വയ്ക്കാതെ ഫലത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇന്ന് ഞങ്ങളാകുന്ന വൈദികർ, പ്രത്യേകിച്ച് ഞാൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ നല്ല ബോധ്യമുണ്ട്. കാരണം ഇന്ന് മക്കളാണ് പ്രശ്നമെന്ന് പറയുന്ന മാതാപിതാക്കൾ. പ്രശ്നമാകുന്ന മക്കൾക്കുള്ള പ്രശ്ന കാരണത്തെ കണ്ടുമുട്ടാത്തടത്തോളം കാലം പ്രശ്നത്തെ കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും വചനം പറയാണ്, നല്ല വൃക്ഷം നല്ല ഫലവും, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങളും പറഞ്ഞു. നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളോ, ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീരുക. അപ്പനമ്മമാർ കാരണം മക്കളും തീയിലെറിയപ്പെടാം, മക്കൾ കാരണം മാതാപിതാക്കളും തീയിലെറിയപ്പെടാം. അത്രയും കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. സ്നേഹമുള്ളവരെ, മത്തായി സുവിശേഷത്തിലെ 12:35 മനോഹരമായൊരു മറ്റൊരു വചനമാണ്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കും. നല്ല മനുഷ്യൻ്റെ നന്മയുടെ, നമുക്കറിയാം ഭണ്ഡാരപ്പെട്ടികളുടെ പ്രത്യേകത എന്താ? അതിൽ പൈസ ഇടും. അതിൽ നന്നായിട്ടിടുന്ന മനുഷ്യരുണ്ട്. എന്താണ് കള്ളക്കെടുത്ത് നടത്താതെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ദശാംശം ഇടുന്നവരുണ്ട്. രണ്ട് രീതിയിലുള്ള ദശാംശങ്ങളാണ് നമ്മൾ പലപ്പോഴും നേർച്ചപ്പെട്ടികൾ വീഴുക. ഒന്ന്, എല്ലാതരം ഉടായ്പും ചെയ്ത് വെച്ചിട്ട് പോയി പൈസ ഇടും. അതിനൊരു ഫലവുമില്ല. നിങ്ങൾക്കൊരു മനസ്സിന് സമാധാനം ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ അധ്വാനിച്ചിട്ട് ഇടുന്ന പറയല് ഓട്ടുകാശിന് പോലും ദൈവം വില കൊടുത്തിട്ടുണ്ട്. ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഈശോയുടെ അടുത്ത് വന്നിട്ട് അവൾക്ക് ഉള്ളതിൽ നിന്ന് അവൾ കൊടുത്തു. പലപ്പോഴും മറ്റുള്ളവരെ അരിച്ചുണ്ടാക്കിയ പലതും കൊണ്ടിട്ടിട്ട് എന്നിട്ട് ദൈവത്തോട് നമ്മൾ വിധി പറയുന്നവരായിട്ട് മാറിയിട്ട് കാര്യമില്ല. എന്നിട്ട് കരം കൂപ്പിയിട്ട് കാര്യമില്ല. നമ്മൾ നല്ലത് കൊടുക്കണം. എൻ്റെ ദൈവത്തിന് ഏറ്റവും ബെസ്റ്റാണ്. നമുക്കറിയാം, കായേൽ ആബേൽ ഒരുവൻ നല്ലത് അർപ്പിച്ചു, മറ്റവൻ ഉള്ളതിൽ ഏറ്റവും പൊട്ട അർപ്പിച്ചു. നല്ലത് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ നന്മ തന്നെ കടന്നു വരും. നല്ലത് കൊടുക്കാത്തവന് എത്ര കുത്തിയിരുന്ന് മുട്ടുകുത്തി കരം വിരിച്ച് കണ്ണീരൊഴുക്കിയാലും അവിടെ നന്മ സംഭവിക്കണമെന്ന്, ദൈവത്തിൽ നിന്നുള്ള നന്മ സംഭവിക്കണമെന്ന് ഒരിക്കലും നിർബന്ധങ്ങളില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യത്തെ വെള്ളം ചേർത്തിട്ടൊന്നും കാര്യമില്ല. മത്തായി സുവിശേഷത്തിലെ 13-ാം അധ്യായം 27-ാം വാക്യം പറയാം, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ല വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? ശത്രുവാണിത് ചെയ്തത്. അതുകൊണ്ട് വചനം പറയാണ്, ദൈവം എല്ലാം നല്ലത് വിതച്ച്, എന്നെ വിതച്ചത് എൻ്റെ മാതാപിതാക്കളെ, സഭയെ, വൈദികരെ, കത്തോലിക്ക സഭയിലുള്ള എല്ലാവരെയും, എല്ലാവരും നല്ലതായിട്ട് ദൈവം വിതച്ച്. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ കള വന്നു? ഇതിൽ കള കയറി വരും. കാരണം എന്താ? ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും കളകൾക്ക് സാധ്യതകൾ ഉണ്ടാക്കുകയാണ്. തീർച്ചയായിട്ടും തിരിച്ചറിയ സ്നേഹമുള്ളവരെ, നല്ലത് വിതച്ച ദൈവത്തിന് എങ്ങനെ കള പറിക്കുന്ന സമയത്ത് അതിൽ കളകൾ കയറി. അതുകൊണ്ട് ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കളകൾ പറിക്കട്ടെ. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഇപ്പോൾ പറിക്കണ്ട, കാരണം നല്ലതുപോലെ അതിൻ്റെ ഇടയിൽ പറിക്കപ്പെടും. സ്നേഹമുള്ളവരെ, മത്തായി സുവിശേഷത്തില് 13-ാം അധ്യായം 48-ാം വാക്യം പറയാ, നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങളെ പുറത്തെറിഞ്ഞ് തീയിലിട്ട് കത്തിച്ചളയാം. ചിന്തിച്ച് നോക്കിയ സ്നേഹമുള്ളവർ, ദൈവം ഇങ്ങനെ പറയുന്നതിന് കാരണമില്ലേ? നല്ലതായി സൃഷ്ടിച്ചിട്ട് അത് തിന്മയായിട്ട് പോകുമ്പോൾ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ഒരു വേദന വലുതായിരിക്കും. അതുകൊണ്ട് 5-ാമതായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം, നല്ല ഇടങ്ങൾ ഉണ്ടാകണം. പലപ്പോഴും ഇടങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് സ്നേഹമുള്ളവരെ. നമുക്ക് ബൈബിളിൽ ചില ഇടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് മത്തായി സുവിശേഷത്തിൽ 17-ാം അധ്യായം 4-ാം വാക്യം,
പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. കണ്ടോ, പത്രോസ് യേശുവിനോട് പറയാം, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ആ ഇടത്തിന്റെ പ്രത്യേകതയാണ്. എന്നിട്ട് പറയാണ്, നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്കിവിടെ 3 കൂടാരങ്ങൾ കെട്ടാം. ഒന്ന് മോശയ്ക്കും, ഒന്ന് എലിയയ്ക്കും, മറ്റൊന്ന് നിനക്കും. അപ്പോൾ കണ്ടോ, അപ്പോൾ അത് രൂപാന്തരീകരണ സ്ഥലത്ത് ആ ഇടത്തിന്റെ പ്രത്യേകത. ശരിക്കും ഇതുപോലൊരു ഇടമുണ്ട്. കുമ്പസാരക്കൂട് നല്ല ഇടമാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദേവാലയങ്ങൾ നല്ല ഇടങ്ങളാണ്. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനാ മുറികൾ, വചനകൂടാരങ്ങൾ നല്ല ഇടങ്ങളാണ്. നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന സമയങ്ങൾ നല്ല ഇടങ്ങളാണ്. നമ്മളൊക്കെ എവിടെ നിന്നൊക്കെ ഓടി അകലെയാണ് സ്നേഹമുള്ളവരെ. വിശുദ്ധ കുർബാന അതുകൊണ്ട് നല്ല ഇടങ്ങളിലേക്ക് പോകാതെ അശുദ്ധമായ ഇടങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. ചൂതാട്ട കേന്ദ്രങ്ങളിൽ, മദ്യശാലകളിൽ, വ്യഭിചാരശാലകളിൽ, അതുപോലെ കുറ്റം വിധിക്കുന്ന ചില കോർണറുകളിൽ എല്ലാം നമ്മൾ പോയിരിക്കുകയാണ്. ഇടങ്ങൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടറുന്ന ചില പ്രശ്നങ്ങൾ കടന്നു വരും. ഇടറുന്ന പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ ഇടങ്ങളിലെ പ്രശ്നങ്ങളാണ്. മത്തായി ശ്രീയുടെ സുവിശേഷത്തില് 13-23 വാക്യം പറയാ, വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. കണ്ടോ, നല്ല നിലമുണ്ട്, ആ നിലത്ത് വിതയ്ക്കപ്പെടണം. എൻ്റെ ഹൃദയത്തിൻ്റെ നന്മകളിൽ വിതയ്ക്കപ്പെടാത്ത ഒരു വചനവും ജീവിതത്തിൽ കടന്നു വരികയില്ല. ഒരു സ്നേഹമുള്ളവരെ, ആരാണ് നല്ല മനുഷ്യൻ? ഒന്നാമത്തെ നല്ല മനുഷ്യനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ 11:24 പറയുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ് ഒരു നല്ല മനുഷ്യനായി തീർന്നു. കണ്ടോ, അപ്പൊ ഒന്നാമത്തെ കാര്യം നല്ല മനുഷ്യനാകാൻ അപ്പസ്തോല പ്രവർത്തനം 11:24 പറയുകയാണ്, ഒന്ന് പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറഞ്ഞ മനുഷ്യനാണ് നല്ലവനാകുക. രണ്ടാമത്തെ വചനം പറയുന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 16-ാം അധ്യായം 19-ാം വാക്യം വചനം പറയുക, നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവിനും വിശ്വാസവും. രണ്ടാമത് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരെയാണ് നല്ലതെന്ന് ദൈവം വിളിക്കുന്നത്. മൂന്നാമത്തത് 1 പത്രോസ് 2-ാം അധ്യായം 3-ാം വാക്യം, കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയണം. വിശുദ്ധ കുർബാന ഒരു അനുഭവമാണ്, കുമ്പസാരം ഒരു അനുഭവമാണ്. നല്ലതറിയണമെങ്കിൽ കൂദാശകളുടെ ആഴങ്ങളിലേക്ക് കടന്നു നിന്ന് അനുഭവമായി മാറണം. നാലാമത്തെ കാര്യം പറയുന്നത് പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം, യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടതകൾ സഹിക്കണം. കാലഘട്ടങ്ങളിൽ നന്നാകണമെങ്കിൽ ശുദ്ധീകരിക്കപ്പെടണം, അതിന് കഷ്ടതകൾ കൂടിയേ തീരൂ. അഞ്ചാമത്തത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും. ഇനി നമ്മുടെ ജീവിതത്തിൽ വേണ്ട നല്ലവനാകാൻ ജീവിതത്തിൽ ത്യാഗം ചെയ്ത് കുടുംബത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവരായി മാറണം. ആറാമതായിട്ട് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-47, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ നല്ല നിക്ഷേപങ്ങൾ നന്മ പുറപ്പെടുവിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ 6 കാര്യങ്ങൾ നന്മ പുറപ്പെടുവിക്കുന്നവരാകാൻ, നല്ലവരാകാൻ കർത്താവിൻ്റെ വചനം പറയുന്ന നന്മ ഈ ശുശ്രൂഷ വഴി, ഈ നിത്യജീവൻ ശുശ്രൂഷ വഴി നിങ്ങൾ ഓരോരുത്തരും കൂടി ഉണ്ടാകട്ടെ. കരങ്ങൾ കൂപ്പാം. ദൈവത്തിൻ്റെ കൃപ, അനന്തമായ നന്മയുടെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ സംഭവിക്കാൻ, നല്ലതായി മാറാൻ ഇപ്പോഴും എപ്പോഴും കൃപയുണ്ടാകുമാറാകട്ടെ. ആമേൻ.